മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് അവതരണത്തിനായി പ്രതീക്ഷയോടെയാണ് കേരളം നിൽക്കുന്നത്. രാവിലെ 9 മണിക്ക് ധനമന്ത്രിസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. നികുതി വർധനവിനൊപ്പം ക്ഷേമ പദ്ധതികളും ഉൾക്കൊള്ളുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് എന്നാണ് സൂചന. കടുത്ത ധനപ്രതിസന്ധിക്കിടയിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം 12.01 വളർച്ച നേടാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബജറ്റ് അവതരണത്തിനുള്ള സർക്കാർ തയ്യാറെടുപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥനും കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാറുമാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് കേരളം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള വാർത്തകൾ ഒരു വഴിക്ക് വരുന്നുണ്ട്. ഈ പ്രതിസന്ധി നിൽക്കുമ്പോൾ അതിന്റെ ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ ജനങ്ങൾക്ക് അധിക ഭാരമുണ്ടാവാത്ത ഒരു ബഡ്ജറ്റ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ജനത്തിനുണ്ട്. എന്താണ് ഒരു പൊതു പ്രതീക്ഷ? തീർച്ചയായും അത് എങ്ങനെയെന്നത് തന്നെയാണ് കേരളത്തിന്റെ ആകാംക്ഷ. ഇനിയുള്ള 2.5 മണിക്കൂറോളം ഉള്ള സമയത്ത് കേരളം ആ ആകാംക്ഷയിലാണുള്ളത്. എങ്ങനെയാണ് ഇത്രയും കാര്യമായ ഒരു ഖജനാവുമായി പരിമിതമായ വിഭവങ്ങളുമായി കെ എൻ ബാലഗോപാൽ ക്ഷേമം മുന്നിട്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് ഭാരം അടിച്ചേൽപ്പിക്കാത്ത ഒരു ബജറ്റ് അവതരിപ്പിക്കുക? എന്താകും അതിനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ? ഇതാണ് കേരളം കാത്തിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ കേരളം കാത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന് നികുതി വരുമാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നികുതി വരവിനുള്ള മാർഗങ്ങൾ പരിമിതമാണ്. GST വന്നതോടുകൂടി വളരെ പരിമിതമായ മാർഗങ്ങളിലൂടെയാണ് കേരളത്തിന് നികുതി വരുമാനം ഉണ്ടാക്കേണ്ടത്. പ്രധാന വരുമാനം നമുക്കറിയാം മദ്യത്തിൽ നിന്നുള്ള വരുമാനം തന്നെയാണ്. അത് ആഴ്ചകൾക്ക് മുമ്പ് മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചു. വീണ്ടും ഒരു വില വർധനയ്ക്ക്, അതിലൂടെ നികുതി വർധനയ്ക്കും അതിലൂടെ വില വർധനയ്ക്കും തയ്യാറാകുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാകില്ല. മറ്റൊന്ന് ഇന്ധന വിൽപ്പന നികുതിയാണ്. അതും ഇനി വർദ്ധിപ്പിച്ചാൽ അത് വലിയ പ്രതിഷേധത്തിന് സംസ്ഥാനത്തെ കാരണമാകും. അതുകൊണ്ട് അതിലും കൈ വയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം കെ എൻ ബാലഗോപാലിനുണ്ട്. പിന്നീടുള്ളത് ഭൂനികുതിയാണ്. ഭൂമിയുടെ ന്യായവിലയാണ്, ഫെയർ വാല്യൂ ആണ്. കഴിഞ്ഞ ബജറ്റിലും 10% ഫെയർ വാല്യൂ വർദ്ധിപ്പിച്ചിരുന്നു. ഇത്തവണയും 10%-ലെങ്കിലും വർധന ഈ ന്യായവില ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അതൊരു പ്രധാന വരുമാന മാർഗമായി മാറുമെന്ന് കരുതുന്നവരുമുണ്ട്. ഭൂമിയുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിലും വില വർധന ഉണ്ടായേക്കാം. സർക്കാരിന്റെ ഫീസ് ഇനങ്ങളിലാണ് പ്രധാനമായും സാധാരണക്കാർ നേരിട്ട് ദൈനംദിനം ഇടപെടുന്ന കാര്യങ്ങളിലടക്കം ഫീസ് വർധനയ്ക്ക് വലിയ സാധ്യതയുണ്ട്. അതിലൂടെ 2500-ലധികം കോടി രൂപയുടെ സമാഹരണം, പ്രത്യേകിച്ചും സംസ്ഥാനത്ത് പല ഫീസുകളും, സേവനങ്ങൾക്കുള്ള ഫീസുകൾ, ആശുപത്രി ഫീസുകൾ ഉൾപ്പെടെ നോക്കിയാൽ ഒരു ആശുപത്രിയിലെ OP ടിക്കറ്റ് തുടങ്ങി പല സേവനങ്ങളുമുണ്ട്. അതിനൊക്കെ വളരെ ചെറിയ ഫീസാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളതെന്ന അഭിപ്രായം ആസൂത്രണ ബോർഡിനടക്കമുണ്ട്. അതിലൊരു വർധന വരുത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. അതിൽ ഏത് തരത്തിൽ സർക്കാർ കൈവയ്ക്കുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അത്തരം ഫീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ധനസമാഹരണത്തിന് സർക്കാർ ശ്രമിക്കും. ക്ഷേമം എന്ന് പറയുമ്പോൾ ക്ഷേമ പെൻഷൻ വർധന എന്ന് തന്നെയാണ് കേരള ജനത, മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷേമ പെൻഷൻ 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചേക്കുമെന്ന ഒരു പ്രചരണമുണ്ട്. അത്തരം വിവരങ്ങൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ക്ഷേമ പെൻഷൻ വർധനയുണ്ടാകും. ഇത്തരത്തിൽ കാലിയായ ഖജനാവിൽ എങ്ങനെയാണ് ഇത്തരം നികുതി വരുമാനത്തിന് അധികം വഴികളില്ലാതെ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ നടപടികൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനാകുക എന്ന് തന്നെ പ്രധാനപ്പെട്ട വെല്ലുവിളി. പ്രത്യേകിച്ചും കേന്ദ്ര ബജറ്റിനോട് സംസ്ഥാനം സ്വീകരിച്ച ഒരു പ്രതികരണമുണ്ട്, സംസ്ഥാനം എടുത്ത ഒരു സമീപനമുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തിന് വാരിക്കോരി നൽകി, എന്നിട്ടും കേന്ദ്രത്തെ പഴി പറയുന്നു എന്ന് BJP നേതൃത്വം അവകാശപ്പെടുമ്പോഴും ഒന്നും കിട്ടിയില്ല. കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് നേരെ പോലും കേന്ദ്രം കണ്ണടച്ചു എന്ന പരാതി സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവിൽ മോശമല്ലെന്ന് ജനം വിലയിരുത്തിയ ഒരു കേന്ദ്ര ബജറ്റിന് തൊട്ടു പിന്നാലെ വരുന്ന സംസ്ഥാന ബജറ്റിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. സർക്കാരിന് അതിൻ്റെതായ സമ്മർദ്ദമുണ്ട്. സമീപ ഭാവിയിൽ ഈ വരും മാസങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട എന്നൊരു സാധ്യത സർക്കാരിനുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ നികുതി വർധന അടിച്ചേൽപ്പിച്ചാൽ ജനങ്ങളെ അത് ഏത് തരത്തിൽ ബാധിക്കും, ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സർക്കാരിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ജനങ്ങളെ ഒപ്പം നിർത്താവുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് നിർദ്ദേശങ്ങളാകും. ഇന്നലെ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് വെച്ചുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത്തരം ഒരു ക്ഷേമം മുന്നിട്ട് നിൽക്കുന്ന, അതേസമയം നികുതി വരുമാനത്തിലുള്ള മാർഗങ്ങൾ കൂടി കണ്ടെത്തുന്ന ഒരു ബജറ്റ് തന്നെയാകും കെ എൻ ബാലഗോപാൽ മുന്നോട്ട് വയ്ക്കുക. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നികുതിയൊക്കെ കഴിഞ്ഞ തവണയും വർദ്ധിപ്പിച്ചിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ ബജറ്റും കടന്നേക്കാം. കിട്ടാക്കടമുണ്ട് സംസ്ഥാന സർക്കാരിന് കോടികളുടെ പല മാർഗങ്ങളിലൂടെ. അത് നികുതി അടക്കമുള്ള പിരിവുകൾ അത് ഊർജിതപ്പെടുത്താൻ എല്ലാ ബജറ്റും പ്രഖ്യാപനം ഉണ്ടാകാറുണ്ട്. പക്ഷേ
അതൊക്കെ എത്ര ഫലവത്തായി മുന്നോട്ട് പോയെന്ന സംശയമുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കും ബാലഗോപാൽ കടന്നേക്കാം. ഏതായാലും കൃത്യം 9 മണിക്ക് KN ബാലഗോപാലിന്റെ മൂന്നാമത്തെ ബജറ്റ്, രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് കേരള നിയമസഭയിൽ അവതരിപ്പിക്കും. വലിയ പ്രതീക്ഷയോടെ അതേസമയം ആശങ്കയോടെയും കേരള ജനത കാത്തിരിക്കുകയാണ്. ഇനിയൊരു നികുതി വർധന വലിയ രീതിയിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് താങ്ങാനാകുന്ന ഒന്നല്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ 1-ാം തീയതി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് യൂണിറ്റിന് 9 രൂപ വർദ്ധിച്ചു. 1 കിലോ ലിറ്റർ വെള്ളത്തിന് 1 പൈസ എന്ന കണക്കിലാണെങ്കിൽ പോലും വലിയ രീതിയിൽ കുടിവെള്ള കരവും കഴിഞ്ഞ ആഴ്ചകളിൽ വർദ്ധിച്ചതാണ്. അത്തരത്തിൽ പൊതുവിപണിയിൽ വലിയ വിലവർധന അടിക്കടി ഉണ്ടാകുന്നു. സംസ്ഥാന സർക്കാരിന് പലപ്പോഴും നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. അവിടെ നികുതി ഭാരം കൂടി ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷ്യത്തുണ്ട്. അതുകൂടി മുൻകൂട്ടി കണ്ടുള്ള, അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റാകും KN ബാലഗോപാൽ അവതരിപ്പിക്കുക എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അരുൺ, എന്തായാലും തുടരുക. നമുക്ക് കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ കൂടിയുണ്ട്. സുവി, മധ്യകേരളത്തെ സംബന്ധിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. ഏതെല്ലാം പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ഈ മധ്യകേരളത്തിൽ ആവശ്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്? കിരൺ, യൂണിയൻ ബജറ്റിന് ശേഷം വരുന്ന സംസ്ഥാന ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് മധ്യകേരളത്തിലുള്ളവരും ഉറ്റുനോക്കുന്നത്. എന്തെല്ലാമായിരിക്കും ഇത്തവണ മധ്യകേരളത്തിന് പ്രഖ്യാപിക്കുക എന്നാണ് നോക്കുന്നത്. കാരണം യൂണിയൻ ബജറ്റിൽ വലിയ തഴയപ്പെടലായിരുന്നു മധ്യകേരളത്തിന് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നായ കൊച്ചി മെട്രോയ്ക്ക് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല എന്നതാണ് ഏറെ ഖേദകരമായിട്ടുള്ളത്. അതിനെ മാറ്റിയെടുക്കാൻ എന്തായിരിക്കും സംസ്ഥാന ബജറ്റ് ചെയ്യുക എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും കൊച്ചി മെട്രോ അനുദിനം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് കൊച്ചി മെട്രോ ദീർഘിപ്പിക്കുന്നതിന്റെ ഒരു ആവശ്യകത പലപ്പോഴായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഇത്തവണ ബജറ്റിൽ കൊച്ചി മെട്രോയ്ക്ക് 1 രൂപ പോലും യൂണിയൻ ബജറ്റിൽ വകയിരുത്തിയിരുന്നില്ല. പക്ഷേ സംസ്ഥാനം അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം സിൽവർ ലൈൻ പദ്ധതി, ഈ സിൽവർ ലൈൻ പദ്ധതി വരും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഈ കൊച്ചിയിലെ ടെക്കി ലോകത്തിനുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് സിൽവർ ലൈൻ പദ്ധതി വരുന്നതോടുകൂടി ഇവിടെ നിന്നുള്ള ഗതാഗതത്തിന് കൂടുതൽ സുഖകരമായിരിക്കും എന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആ രീതിയിൽ എടുത്തു നോക്കുമ്പോൾ സിൽവർ ലൈൻ പദ്ധതി പ്രഖ്യാപിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഒപ്പം ഏലൂർ മേഖല എന്ന് പറയുന്നത് കൊച്ചിയുടെ വ്യാവസായിക മേഖലയാണ്. വ്യാവസായിക മേഖലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇത്തവണ ബജറ്റിൽ അനുവദിക്കുക എന്നാണ് നോക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ നിരവധി പേരാണ് ഈ വ്യാവസായിക മേഖലയെ ആശ്രയിച്ചുകൊണ്ട് ഉപജീവനം കഴിക്കുന്നത്. ഇനി തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ കോൾ കർഷകർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? നിരവധി ആവശ്യങ്ങൾ ഇവരുടേതായിട്ടുണ്ട്. ഒപ്പം കുട്ടനാട്ടേക്ക് പോയി കഴിഞ്ഞാൽ കയർ കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ബജറ്റിൽ വകയിരുത്തുക എന്നാണ് ഉറ്റുനോക്കുന്നത്. കിരൺ, ശരി. നമുക്കൊപ്പം കോഴിക്കോട് നിന്നും വിനേഷ് കൂടി ചേരുന്നുണ്ട്. എസ് വിനേഷ് കുമാർ. വിനേഷ്, എന്താണ് മലബാർ മേഖലയുടെ ഒരു പൊതുപ്രതീക്ഷ? കിരൺ, ഗുഡ് മോർണിംഗ്. മലബാറിൽ പ്രധാനമായും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ഇത് മലബാറിൽ മാത്രമല്ല കേരളത്തിലൊട്ടാകെയുള്ള പ്രശ്നമാണ് വന്യമൃഗശല്യം. ഈ വന്യമൃഗശല്യം തടയുന്നതിനുള്ള ഫലപ്രദമായ പദ്ധതികൾ ഏതെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ ഉള്ളതാണ് കർഷകരുൾപ്പെടെ ഉറ്റുനോക്കുന്നത്. പ്രധാനമായും ഈ കാടിറങ്ങുന്ന മൃഗങ്ങളെ തടയുന്നതിന് വേണ്ടി ഗ്രാമീണ മേഖലയിൽ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവണം എന്നൊരു ആവശ്യം പതിറ്റാണ്ടുകളായുണ്ട്. അത്തരത്തിലുള്ളൊരു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. പലപ്പോഴും ഇത് ശരിയല്ല, ഫലപ്രദമല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി വരുന്നുണ്ട്. കാരണം ഈ സോളാർ ഫെൻസിംഗ് പലപ്പോഴും തകരാറിലാവുകയും ഈ ആനകൾ ഉൾപ്പെടെ കാടിറങ്ങി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിരോധ കിടങ്ങ് സ്ഥാപിച്ചുകൊണ്ടാണ് പലപ്പോഴും ആന പോലുള്ള മൃഗങ്ങളെ തടയുന്നതിന് കാടിറങ്ങുന്ന മൃഗങ്ങളെ തടയുന്നതിന് ഉപകരിക്കുന്നു. പക്ഷേ കടുവയോ പുലിയോ മറ്റുള്ളതിനൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രതിരോധ കിടങ്ങ് കഴിയില്ല. കാരണം ഇവറ്റകൾ ഇത് ചാടി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിൽ ഈ കടുവകളുടെയും അതുപോലെ തന്നെ ആനകളും ഒക്കെ വലിയ തോതിൽ തന്നെ ഗ്രാമങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. കരടിയും പുലിയും എല്ലാം തന്നെ എത്തുന്നുണ്ട്. പന്നിശല്യവും രൂക്ഷമാണ്. അപ്പോൾ ഇത് പ്രധാനമായും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഒരു പരിധിയിൽ വരുന്നതാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന് കർഷകരെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും
പ്രധാനമായും വയനാടും കോഴിക്കോടും കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡ് പോലുള്ള ജില്ലകൾ പ്രധാനമായും കാണുന്നത്, പാലക്കാട് ഉൾപ്പെടെ. എന്തായാലും അത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാവുമോ എന്ന് കർഷകർ ഉറ്റുനോക്കുന്നുണ്ട്. മറ്റൊന്ന്, കേരളത്തിലെ ഒരുപക്ഷെ ഒരു വലിയ പദ്ധതി എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാം, ചുരം തുരങ്കപാത, അതായത് ആനക്കാംപൊയിൽ മുതൽ മേപ്പാടിയിലെ കള്ളാടി വരെ നീണ്ടു കിടക്കുന്ന ചുരം ബദൽ റോഡ്. അത് ചുരം ബദൽ റോഡിന് വേണ്ടി കഴിഞ്ഞ തവണ കിഫ്ബി വഴി 600 കോടിയോളം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും എവിടെയും എത്തിയിട്ടില്ല. ഇതിൽ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിന് 1100 ചില്ലാനം കോടി, അതായത് 1200 കോടിയോളം രൂപ വേണം ഈ പദ്ധതി പൂർത്തിയാവണമെങ്കിൽ. അപ്പോൾ അതിലേക്ക് ബാക്കി വരുന്ന തുക അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായും ആളുകൾ നോക്കുന്നുണ്ട്. മറ്റൊന്ന് ടൂറിസമാണ്. നമുക്കറിയാം, കോവിഡാനന്തരം കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോൾ കേരളത്തെ പിടിച്ചു നിർത്തുന്നതിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രപ്പെടുത്തുന്നതിൽ ടൂറിസത്തിന് വലിയൊരു പങ്കുണ്ട്. ആ ടൂറിസം മേഖല കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമോ എന്നും കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാം, ഈ കാരവൻ ടൂറിസവും അതുപോലെ തന്നെ സിനിമാ ലൊക്കേഷൻ ടൂറിസവും എല്ലാം തന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കേരളം ശ്രീലങ്കയുമായാണ് ടൂറിസം വിഷയത്തിൽ ഒരു മത്സരം നടക്കുന്നത്. കാരണം കൂടുതൽ ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ, പ്രധാനമായും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിരവധി പദ്ധതികൾ ശ്രീലങ്ക നടത്തിയിട്ടുണ്ട്. കേരളവും അതുപോലെ തന്നെ ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ എന്തായാലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് പൊതുമരാമത്താണ്. പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പഴി കേട്ടതാണ് കേരളത്തിലെ ഈ രണ്ടാം പിണറായി സർക്കാർ. നമുക്കറിയാം, കഴിഞ്ഞ മഴക്കാലത്തെല്ലാം തന്നെ വലിയ തോതിൽ കുഴിയടയ്ക്കാനാവാതെ ജനങ്ങൾ വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. മഴക്കാലമാണ് പ്രധാനമായും ഇതിന് തടസ്സമായതെന്ന് അന്ന് പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി പോലും ഇടപെട്ടു. തൃശ്ശൂരിലെയും അതുപോലെ തന്നെ എറണാകുളത്തെയും കോഴിക്കോട്ടെയും എല്ലാം തന്നെ പ്രശ്നങ്ങളിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലുണ്ടായി. 5 ജില്ലകളിൽ നിന്നുള്ള കലക്ടർമാരോട് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു പരിധി വരെ ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം, മഴയ്ക്ക് ശേഷം റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും മറ്റും പോകുന്നുണ്ട്. 2025 നമ്മുടെ ദേശീയപാത നവീകരണം പൂർത്തിയാവുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അതിനും കൃത്യമായ ഭൂമി ഏറ്റെടുക്കലും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇനിയും കൂടുതൽ റോഡ് നവീകരണത്തിന് എന്ത് അനുവദിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയിൽ 26 റോഡുകളുടെ നവീകരണത്തിന് 170 കോടി രൂപ അനുവദിക്കുമെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ കൃത്യമായ ഫണ്ട് അനുവദിക്കുമോ ഈ ബജറ്റിൽ എന്നുള്ളതും കേരളം ഉറ്റുനോക്കുന്നുണ്ട്.